ആനയെ വെച്ചത് അമ്പലമാണ് ശർക്കര. അവിടെ ജാതി ഭേദമില്ല, മുസ്ലിമില്ല. വളരെ സന്തോഷം. അങ്ങനെ തന്നെയാണ് ഈ മുക്കിൽ ജാതി ഭേദമില്ല. ചിറയൻകിഴി പ്രദേശം നമ്മളെല്ലാവരും ഒരേ കണക്കാണ്, ഒരു മാറ്റങ്ങളുമില്ല. ഞങ്ങളുടെ ആഹാരം അന്നദാനം കഴിക്കാൻ വേണ്ടി ദൂരദേശത്തുള്ള ആളുകൾ വരെ ഇവിടെ വന്ന് നിന്ന് നമ്മുടെ ആഹാരം ക്യൂവിൽ നിന്ന് അത് വാങ്ങി വീട്ടിൽ ആഹാരം ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഇങ്ങനൊരു ആഹാരം ഒന്ന് കഴിക്കാൻ ഭയങ്കര ഇഷ്ടം. നമസ്കാരം, ശർക്കരയാണ്, ചിറയൻകിഴിയാണ്. അന്നദാനം മഹാദാനമാണെന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട്. എവിടെ അന്നദാനം നടന്നാലും നമ്മൾ ഒന്ന് വാർത്ത ചെയ്യാറുണ്ട്. ചേട്ടാ, ഇത് എന്താണ് സംഭവം? ശർക്കര അമ്പലത്തിലെ പൊങ്കാല സംബന്ധമായിട്ടുള്ള അന്നദാനമാണ്. 7 വർഷം കൊണ്ട് നമ്മളെല്ലാവരും കൂടെ അന്നദാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വലിയ ജംഗ്ഷനിൽ. അപ്പോൾ എത്ര പേര് പങ്കെടുക്കുന്നു? എത്ര കാശായി? ഒരു 6 ചാക്കരിയുടെ അന്നദാനം നമ്മൾ നടത്തി. ഇനി അടുത്ത വർഷം കൂടി ഓരോ വർഷം ഓരോ ചാക്കാരി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ഇത്രയും 6 ചാക്ക് നടത്തിയിട്ടും ഇവിടെ തെവഞ്ഞില്ല, തീർന്നു പോയി. ഇനി അടുത്ത പ്രാവശ്യം അതിൽ കൂടുതൽ പറഞ്ഞ പോലല്ല. നമ്മുടെ ശർക്കര ദേവി ക്ഷേത്രത്തിൻ്റെ പൊങ്കാലയോടനുബന്ധിച്ചായിട്ട് ഇവിടെ പൗരസഭകളിൽ എല്ലാവരും കൂടി ചേർന്ന്, അത് ജാതിയോ മതമോ വർഗമോ ഒന്നുമില്ലാതെ എല്ലാവരും കൂടി സഹകരിച്ചിട്ട് എല്ലാ വർഷവും 7 വർഷമായിട്ട് സ്ഥിരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ്. ഇവിടെ അന്നദാനം കൊടുക്കുന്ന ടീമുകൾ പലതുമുണ്ട്. ഈ വലിയയുടെ ജംഗ്ഷനിൽ വെച്ച് ഏറ്റവും വലിയ, അതായത് നമ്മൾ ഉദ്ദേശിച്ചത് ഒരു 10,000-6,000 പേർക്ക് കൊടുക്കണമെന്നായിരുന്നു. അതിനുള്ള സംവിധാനങ്ങളാണ് ഒരു മാസത്തെ ഒരു കൊണ്ട് നമ്മൾ സെറ്റാക്കി കൊണ്ടുവന്ന് പലരും സഹകരിച്ച് തന്നു. പക്ഷേ ഈ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷയിൽ കൂടുതൽ ആളുകൾ വന്നു. ഒരു 10,000 വന്നിട്ടുണ്ട്. ഇതുവഴി എന്ന് പാസ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് അനുശേഷനെ അറിയാം. അനുശേഷനെ വിളിച്ചു. ഭയങ്കര ബ്ലോക്ക് കാര്യങ്ങളൊക്കെ, അങ്ങനെ കംപ്ലീറ്റ് സ്ഥലങ്ങളും ബ്ലോക്കായി. ക്യൂ ആയിരുന്നു. പിന്നെ ക്യൂവിൽ നിന്ന ജനങ്ങൾക്ക് കുടിവെള്ളവും അവർക്ക് ജ്യൂസ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വേറെ കളക്ട് ചെയ്ത് അവരെ വളരെ സന്തോഷിപ്പിച്ച് ആ ഭക്തിഭരിതമായ ഒരു അന്തരീക്ഷത്തിലൂടെ സഹകരിച്ച് നമ്മളെല്ലാവരും കൂടെ തന്നെ നമ്മളെല്ലാവരും കൂടെ സഹകരിച്ച് നമ്മളെ ഫ്രണ്ട്സുകളും നമ്മളെല്ലാവരും കൂടെ സഹകരിച്ചാണ് ഇത് നടത്തിയത്. എല്ലാവർക്കും സഹകരിക്കാം. ഞാൻ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഇവിടെ നിറച്ച് ആൾക്കാർ, ബ്ലോക്ക് കാര്യങ്ങൾ, അങ്ങനെ ഇവിടെ അതുകൊണ്ട് ഇറങ്ങിയത് മൊത്തം ബ്ലോക്ക് കാര്യങ്ങൾ. ഇത്രയും ആൾക്കാർ ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നു. പക്ഷെ അതൊരു വലിയ കാര്യമാണ്. അന്നദാനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു നേരത്തെ ആഹാരം കൊടുക്കുക വലിയ കാര്യമാണ്. ഓട്ടോക്കാരോ സാധാരണപ്പെട്ടവരോ 10 രൂപ, 100 രൂപ, 1000 രൂപ അങ്ങനെ ആൾക്കാർ വേണമെന്ന് പറഞ്ഞ് ക്യാഷ് കൊണ്ട് തരികയായിരുന്നു. ഇപ്പോൾ ഈ അന്നദാന ചടങ്ങുമായിട്ട് യാതൊരു ബാധ്യതയും ഇപ്പോൾ ഇല്ല. അടുത്ത വർഷം ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും ജനങ്ങളുടെ തിരക്കൊക്കെ കണ്ടിട്ട് ഒരു 10,000 പേർക്കെങ്കിലും വലിയ പന്തലൊക്കെ ഇട്ടിട്ട് വലിയ സെറ്റപ്പിൽ ചെയ്യണമെന്നുള്ള ആഗ്രഹം. ചെറിയ ഏരിയയിലാട്ടോ നമുക്കിവിടെ കൊടുക്കാൻ. അപ്പോൾ ഇത്രയും ബ്ലോക്കൊന്നും ആവാത്ത രീതിയിൽ തന്നെ നമ്മൾ ചെയ്യണത്. അവിടെ പോലീസൊക്കെ കൺട്രോൾ ചെയ്യാനുണ്ടായിരുന്നു. നമ്മൾ അന്നദാനം തന്നെ അകത്തിട്ടാണ് വ്യാപിക്കണത്. അതിപ്പോ ഈ വണ്ടികളെല്ലാം കൂടെ വന്നാണ് ട്രാഫിക് ആയത്. നമ്മൾ അന്നദാന സമയത്ത് ട്രാഫിക് ഒന്നും ഇല്ലായിരുന്നു. അല്ല ചേട്ടാ, ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ നിങ്ങൾ ചെയ്യണമെങ്കിൽ കുറച്ച് നമ്മൾ ബ്ലോക്ക് ഒഴിവാക്കിയിട്ട് സ്ഥലം ഉണ്ടോ? അങ്ങനെ ബ്ലോക്ക് സാധാരണ നമ്മൾ അകത്തിട്ട് വെച്ചിട്ട് ഇങ്ങനെ ലൈനിൽ നിർത്തിയാണ് കൊടുക്കുന്നത്. ജനങ്ങൾ സഹകരിക്കണം എല്ലാവരും. പിന്നെ എന്നെ പറയുകയാണെങ്കിൽ ഞാൻ 3 വർഷമായിട്ട് സഹകരിക്കുന്ന ആളാണ്. ഞാൻ വേറൊരു നാട്ടുകാരനാണ്. ഞാനിവിടെ വന്ന് താമസിക്കുന്ന ഞാനൊരു അന്യ മതത്തിൽപ്പെട്ട ഒരാളാണ്. അപ്പോൾ അന്യമതത്തിൽപ്പെട്ട എന്നെ അല്ലല്ല വന്ന് ഞങ്ങളെ പരിപാടിക്ക് വെള്ളം കൊടുക്കുന്നത് ഞാൻ ഇതാണ്. ഈ എത്ര നാൾ ഉറക്കമൊഴിഞ്ഞാണ് വെള്ളം ഇടുന്നത്. ഞാൻ വന്ന് നോക്കി 3 മണിക്ക് കഴിച്ചു വന്നത്. അതിന് മുമ്പേ വെള്ളം ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ്. നമ്മളൊരു ഐക്യതയായിട്ട് നമ്മൾ മുസ്ലിം അത് ഒരു ഇതാണ്. ഈ നാട്ടിന്റെ ഐക്യം വിളിച്ചോതുന്ന ഒരു സംഭവമാണ് ഈ അന്നദാനം എന്ന് പറയുന്നത്. അത് പ്രത്യേകിച്ച് ആനയെ നടക്കിയിരുത്തിയ അമ്പലമാണ് ശർക്കര. നമുക്കറിയാലോ, ആനയെ വെച്ചത് അമ്പലമാണ് ശർക്കര. അവിടെ ജാതി ഭേദമില്ല, മുസ്ലിമില്ല. വളരെ സന്തോഷം. എന്ത് സന്തോഷം, എന്ത് അനുഗ്രഹം, ഒരു പോസിറ്റീവ് പേരിട്ടാണ് ആനയെ അമ്പലത്തിൽ നടക്കി വെച്ചത്. ജാതി മതം പറഞ്ഞല്ല, അത്രയ്ക്ക് ഇതായിട്ടാണ് ഇവിടുത്തെ ഐക്യം എന്നുള്ളത്. എല്ലാവരും അത്ര സഹകരിച്ചിട്ട് സഹായിക്കണ ഈ വീടാണ്. ജാതി ഭേദമില്ല. ഞാൻ വന്ന് കണ്ടപ്പോഴത്തേക്ക് നിറഞ്ഞ മനസ്സോടുകൂടി ആൾക്കാർ ഭക്ഷണം കഴിച്ചു പോകുന്ന കാഴ്ച കണ്ടു. അത് നല്ല കാഴ്ചയല്ലേ? ഹാപ്പി ആയില്ലേ? എല്ലാവരും ഹാപ്പി ആയിട്ട് പോകുന്നൊരു കാഴ്ച കണ്ടു. പിന്നെ ഇവിടെ 3-4 കൊല്ലമായിട്ട് പുള്ളിയാണ് വെള്ളം കൊടുത്തോണ്ടിരിക്കുന്നത്. പിന്നെ മുകളിലാണ് താമസം. പുള്ളി കൂടെ വന്ന് നോക്കും വെള്ളം ഉണ്ടാകും നോക്കി നോക്കും. വെള്ളം ഇല്ലാതെ അപ്പം തന്നെ വെള്ളം അടിച്ചു കൊടുക്കും. മറ്റുള്ള എല്ലാ സഹകരണത്തിനും പുള്ളിയുടെ
ഒരു സഹായം ഉണ്ട്. ശാർക്കര ദേവിയുടെ ഇഷ്ടവഴിപാടായ പൊങ്കാലയോടനുബന്ധിച്ചാണ് ഞങ്ങൾ 7 വർഷമായി ഈ വലിയട ജംഗ്ഷനിൽ അന്നദാനം നടത്തിക്കൊണ്ടുവന്നത്. ആദ്യം അത് ചെറിയ ഒരു പ്രോഗ്രാമായിട്ട് പോയെങ്കിലും ഇപ്പോൾ അത് വന്ന് ഗംഭീരമായ ഒരു രീതിയിലേക്കാണ്. അത് ഇത്രയും ഞങ്ങളുടെ ആഹാരം ആ അന്നദാനം കഴിക്കാൻ വേണ്ടി ദൂരദേശത്തുള്ള ആളുകൾ വരെ ഇവിടെ വന്ന് നിന്ന് നമ്മുടെ ആഹാരം ക്യൂവിൽ നിന്ന് അത് വാങ്ങി വീട്ടിൽ ആഹാരം ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഇങ്ങനൊരു ആഹാരം ഒന്ന് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എല്ലാവരും കൂടെ സഹകരിച്ചുകൊണ്ടും അമ്മയുടെ ഒരു പ്രസാദമായാണ് ഞങ്ങളിത് കൊടുക്കുന്നത്. പൊങ്കാലയിട്ട് വരുന്നവർക്കും അല്ലാത്തവർക്കും ഇവിടെ ഉള്ളവർക്കും കടക്കാർക്കും എല്ലാവർക്കും ഞങ്ങൾ വയറ് നിറച്ച് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്ത് വിടുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ വർഷത്തെ കാലം ഇത്തവണ വളരെ ഗംഭീരമായ രീതിയിലാണ്. അത് നിങ്ങൾക്കെല്ലാം നേരിട്ട് കണ്ട് മനസ്സിലായി കാണുള്ളൂ. അടുത്ത വർഷവും അങ്ങനെ നടത്താനായിട്ട് ശാർക്കര അമ്മ ഞങ്ങൾക്കും ഇത് സ്പോൺസർ ചെയ്ത എല്ലാ മഹത് വ്യക്തികൾക്കും കടക്കാർക്കും വിദേശത്തുള്ള സുഹൃത്തുക്കൾക്കും 1 ലക്ഷത്തിന് പുറത്ത് ഒരുപാട് പൈസ ചിലവാണ്. എല്ലാവരും സഹായിക്കും. അത് നമ്മൾ ആരുടെ പോയി ചോദിക്കത്തില്ല. ജനങ്ങളും കൂടി സഹായിക്കുന്നതാണ്. എല്ലാ ജനങ്ങളും എല്ലാവരും അമ്മച്ചയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന എല്ലാവരും നമ്മളോട് വന്ന് അടുത്ത വർഷം നിങ്ങൾ നടത്തുന്നില്ലേ, ഞങ്ങൾ എല്ലാ സഹായങ്ങളും ചെയ്തില്ല. എൻ്റെ ഫ്രണ്ട്സുകൾ ഗൾഫിലിരിക്കുന്ന എൻ്റെ ഫ്രണ്ട്സുകൾ അവർ സഹായിക്കണുണ്ട്. നടത്തിക്കൊണ്ട് വളരെ ഭംഗിയായി ഇത്തവണയും അത് പരിസമാപിച്ചു. അല്ല, അന്നദാനം മഹാദാനമാണ്. ഈ ഭക്ഷണമൊക്കെ ഓരോ വർഷവും ചെയ്യാനുണ്ട്. നിങ്ങളൊക്കെ ഇവിടുത്തെ കഴിക്കുന്ന ആൾക്കാരാണ്. കാരണം വീട്ടിൽ നമ്മൾ ആഹാരം ഉണ്ടെങ്കിൽ പോലും ഒരു പക്ഷേ ഇങ്ങനെ വരെ നമ്മൾ പോയി കഴിക്കില്ലേ? ഇപ്പം അടുത്ത വർഷം ഉണ്ടാവുമെന്ന് പറയുന്നു. എന്താണ് നല്ലത്? അടുത്ത വർഷം ഉണ്ടാവണമെന്നാണ് നമ്മൾ ആഗ്രഹം. വർഷങ്ങളുണ്ട് നമ്മൾ ഇവിടെ തന്നെ ജോലി ചെയ്യാണ്. നമ്മൾ വർഷങ്ങളുണ്ട് ഇവിടെ തന്നെ ജോലി ചെയ്ത് ഇവിടുത്തെ ഉത്സവത്തിലും കാര്യങ്ങളിലും പങ്കെടുക്കുന്ന ആൾക്കാരാണ്. ഞങ്ങളെ മുതലാളി അതിൽ നിന്ന് വലിയ സഹായ സഹകരണങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. ഒരുപാട് പേര് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും സഹായിച്ചില്ല. എല്ലാവരും സഹായിച്ചു. അത് തന്നെ ആഹാരം ഇല്ലാത്തതുകൊണ്ടല്ല, അല്ലല്ല അത് ഒരു നിവേദ്യം പോലെ. അല്ലേ, അങ്ങനെയല്ലേ? ജാതി ഭേദമില്ല, എല്ലാവരും സഹകരിക്കും. പോലെയല്ല ചിറയൻകിഴി പ്രദേശം നമ്മളെല്ലാവരും ഒരേ കണക്കാണ്. ഒരു മാറ്റങ്ങളുമില്ല. പിന്നെ ഉത്സവങ്ങൾ അടിപൊളിയായിട്ട് മുമ്പോട്ട് പോകും. അങ്ങനെ തന്നെ നമ്മൾ എല്ലാ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് വേറൊന്നും കൊണ്ടല്ല. കാരണം പ്രേംനസീർ ജനിച്ചു വളർന്ന നാടാണ്. അദ്ദേഹം ആനയെ ഇവിടെ അടക്കിയിരുത്തിയ നാടാണ്. ആ സമയത്ത് ഇവിടെ മുസ്ലിം ഇല്ല, ക്രിസ്ത്യൻ ഇല്ല, ഈ മുക്കിൽ ജാതി ഭേദമില്ല. പ്രേമനസീറായിരുന്നു. അതൊക്കെ കാണുമ്പോൾ സംശയങ്ങൾ നമ്മുടെ നാട്ടിലില്ല. അതേ കണക്ക് മുമ്പോട്ട് പോവുകയാണ്. ഇനി അടുത്ത മീനഭരണി മഹോത്സവം അടിപൊളിയായിട്ട് നമ്മൾ എല്ലാ വർഷവും പോകുന്നു. മീനഭരണി ഏതായാലും ഇതൊരു ഉദാഹരണമാണ് എല്ലാവർക്കും. നമ്മുടെ നാട്ടിലൊക്കെയുള്ള ഉദാഹരണമാണ്. കാരണം ജാതിയില്ല, മതവുമില്ല, ഒന്നുമില്ല. എല്ലാവരും ഒരുമിച്ചിട്ട് ഭക്ഷണം കൊടുക്കുകയാണ്. അത് എന്താ പറയുക, നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. നമ്മളെല്ലാവരും സഹോദരിമാരും അമ്മമാരും എല്ലാവരും കൂടെ സഹകരിച്ചാണ് നമ്മൾ അന്നദാനം വിളമ്പി കൊടുക്കുന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം വെച്ചാൽ ഇവിടെ അത്രയും ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്രയും ആൾക്കാർ വന്നിട്ട് ഈ പറയുന്ന ജാതി മതഭേദമില്ലാതെ എന്താ പറയുക, എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ആഹാരം കൊടുക്കുന്നൊരു കാഴ്ച അത് ഉദാഹരണമാണ്, അനുകരിക്കേണ്ട കാഴ്ചയാണ്. അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. വിസ്മയസ് വേണ്ടി ക്യാമറമാൻ അരുൺ സാറിനൊപ്പം ശ്രീകുമാർ സൈനിങ് ഓഫ്.